സാധാരണ ഷാനിക്ക് ഒരു പാട്ട് അയക്കും. ആ ആ പാട്ട് അയച്ചിട്ടാ സാധാരണ നമ്മൾ എന്താ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ ശരത് സാർ എങ്ങനെയാ പാട്ട് ഇപ്പത്തെ നമ്മളൊന്ന് കേട്ട് നോക്കൂ, അഭിപ്രായം പറയൂ. അങ്ങനെയല്ലേ നമ്മൾ അയച്ചതിന് ശേഷം ഷാനിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാട്ട് അയച്ചതിന് ശേഷം ഷാനിക്ക് താഴെ അയക്കും, ഗംഭീരല്ലേ, പൊളിച്ചില്ലേ, ഷാനിക്ക് തന്നെ അയക്കും. മുന്നേ തന്നെ ഈ പാട്ടിന്റെ താഴെ തന്നെ പൊളിച്ചില്ലേ, സൈക്കോളജി എങ്ങനെയുണ്ട്, ഗംഭീരല്ലേ. അപ്പൊ നമ്മൾ എന്ത് പറയും? ധ്യാൻ ചേട്ടൻ എന്തേലും പറയുമല്ലോ. പക്ഷെ എനിക്ക് ലോകത്ത് വേറെ ആരോടൊന്നും പറയാം, ഷാനിക്കിനോട് എനിക്ക് പറയാൻ പറ്റില്ല. ഇല്ല, കാരണം എന്റെ ജ്യേഷ്ഠനേക്കാളും മൂത്തതാണ്. അപ്പൊ ഞാൻ ഓടിക്കളിച്ച് നടക്കുമ്പോ കണ്ട മനുഷ്യനാണ്, ജ്യേഷ്ഠനേക്കാളും മൂത്തതാണ്. അങ്ങനെ വലിയ മൂപ്പൊന്നുമില്ല, ഒരു 10-30 വയസ്സിന്റെ മൂപ്പുണ്ട്. അപ്പൊ എനിക്ക് ഷാനിക്കേനെ അടുത്ത് എതിർത്ത്, കാരണം നമുക്ക് സംഗീതത്തെ കുറിച്ച് ഒന്നും അറിയില്ല. പക്ഷെ നമുക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട്, ഈ പാട്ട് കൊള്ളൂല. നമ്മൾ ഷാനിക്കയുടെ നല്ലതിന് വേണ്ടിയല്ലേ പറയുള്ളൂ, അറിയാലോ. അതെ അതെ, നന്നായ ഒരാളാണ്.